നിശബ്ദയുടെ ലോകത്ത് ഒരു പേര് മാത്രം മുഴങ്ങുന്നു, ഇറ്റാച്ചി ഉച്ചീഹ. കാക്കകളുടെ ചിറകടിനൊപ്പം വരുന്നത് ഭയത്തിന്റെ നിഴൽ. അവൻ വരുമ്പോൾ സമയം പോലും മന്ദഗതിയാകും. ഒരു കണ്ണ് യഥാർത്ഥതയെ കാണുന്നു, മറ്റൊരു കണ്ണ് വേദനയെ മറിക്കുന്നു. അവൻ ചിരിക്കില്ല, പക്ഷെ അവന്റെ ഓരോ നിശബ്ദതയും ഓരോ പാഠം. ചിലർ അവനെ വില്ലനെന്ന് വിളിച്ചു, ചിലരാണെങ്കിൽ മായാജാലക്കാരനെന്നും. പക്ഷെ സത്യമെന്ത്? അവൻ തന്റെ ആത്മാവിനൊപ്പം യുദ്ധം ചെയ്തൊരു യോദ്ധാവാണ്. ഒരു ചലനത്തിൽ മുഴുവൻ യുദ്ധഭൂമി നിശബ്ദമാകും. ഒരു നോക്കിൽ മനസ്സുകൾ തകർന്നു പോകും. അവന്റെ ശരീരങ്കാൻ അതൊരു കണ്ണല്ല, അതൊരു ശാപമാണ്. അവൻ വേദനയെ മൂടി ശക്തിയാക്കി, പ്രണയത്തെ മൂടി നിശബ്ദമായി. ഒരിക്കൽ ആരും കണ്ടിടാത്ത ഒരു ധൈര്യത്തെ അവൻ ലോകത്തിന് കാട്ടി. കണ്ണീരിൽ ഇറ്റാച്ചിയുടെ നിഴൽ വീണപ്പോൾ പോലും അവന്റെ പ്രതിച്ഛായ മാഞ്ഞില്ല. ഓരോ ഉച്ചിയ കണ്ണുകളിലും അവന്റെ ഓർമ്മ ജീവിക്കുന്നു. അവൻ മരിച്ചില്ല, അവൻ വെറും നിശബ്ദമായി മാറി. ഒരു നിശബ്ദത ലോകം കേൾക്കുന്ന വണ്ണം. ഇറ്റാച്ചി ഉച്ചിയ അവന്റെ ജീവിതം ഒരു പാഠമാണ്. അവന്റെ മൗനം ഒരു കവിതയാണ്. അവന്റെ കണ്ണുകൾ ഒരു സത്യമാണ്. അതിനെ കാണാൻ ധൈര്യമുള്ളവർ വളരെ കുറവാണ്. സത്യമായ മഹത്വം ലോകം കാണാതെ ചെയ്യുന്ന ത്യാഗങ്ങളിലാണ്. എല്ലാ നീലകളും മറിഞ്ഞിരുന്നൊരു ലോകം. കൊനഹാഗാക്കുറ എന്ന ഗ്രാമത്തിലെ ഏറ്റവും അഭിമാനമുള്ള ഒരു വംശമായിരുന്നു ഉച്ചീഹ. എന്നാൽ ആ വംശത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിഭ, ബാല്യത്തിൽ തന്നെ യുദ്ധത്തിന്റെ ഭീകരത കണ്ടവൻ, അവനായിരുന്നു ഇറ്റാച്ചി ഉച്ചീഹ. അവന്റെ പ്രതിഭ കാലത്തേക്കാൾ വേഗത്തിൽ വളർന്നു. 7-ാം വയസ്സിൽ നെഞ്ച അക്കാഡമിന്ന് ബിരുദം നേടി. 10-ാം വയസ്സിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ സ്ക്വാഡായ അംബു ബ്ലാക്ക് ഓപ്സിൽ അവൻ ചേർന്നു. പക്ഷെ അവന്റെ കഴിവുകൾ അവന് സമ്മാനിച്ചത് ഒരു ഭീകരമായ ഭാരമായിരുന്നു. സ്വന്തം ഗ്രാമത്തിനും സ്വന്തം വംശത്തിനും ഇടയിലെ പാലമായി അവൻ നിന്നു. ഉച്ചിഹ വംശം സ്വന്തം ഗ്രാമത്തിനെതിരെ കലാപത്തിന് ഒരുങ്ങുകയായിരുന്നു. എന്നാൽ ഈ കലാപം കൊനഹയെ നശിപ്പിക്കുമെന്ന് ഇറ്റാച്ചി ഭയന്നു. എണ്ണമറ്റ ജീവനക്കാർ നഷ്ടപ്പെടുമെന്ന് അവൻ അറിഞ്ഞു. അപ്പോൾ അവന്റെ മുന്നിൽ ഒറ്റ വഴി മാത്രം. ഒന്നെങ്കിൽ അവന്റെ വംശം, അതല്ലെങ്കിൽ അവന്റെ ഗ്രാമം. ഏറ്റവും വേദനിപ്പിക്കുന്ന, ഏറ്റവും ക്രൂരമായ ആ വഴി അവൻ തിരഞ്ഞെടുത്തു. ഒരൊറ്റ രാത്രി കൊണ്ട് അവൻ അവന്റെ വംശത്തെ മായിച്ചു കളഞ്ഞു. സ്വന്തം മാതാപിതാക്കളെ കൊന്നപ്പോൾ അവന്റെ കണ്ണിൽ രക്തം കട്ട പിടിച്ചു. പക്ഷെ ഒരൊറ്റ ജീവൻ അവൻ ബാക്കി വെച്ചു, അവന്റെ പ്രിയപ്പെട്ട അനിയൻ സാസുക്കെ. സാസുക്കെയോട് ഇറ്റാച്ചി ഇങ്ങനെ പറഞ്ഞു: നിനക്കെന്നെ വെറുക്കാം, നിനക്കെന്നോട് പ്രതികാരം ചെയ്യാം. ഒരു നാൾ നീ എൻ്റെ അടുത്തേക്ക് ശക്തിയോടെ തിരിച്ചു വാ. ഇതാണ് അവന്റെ മനസ്സിൽ സാസ്കേക്ക് വേണ്ടി ഇല്ലത്. അവനൊരു വില്ലനായി മാറി. അവൻ എല്ലാവരും വെറുക്കപ്പെട്ടവനായി, ഒരു രാജ്യദ്രോഹിയായി. എന്നാൽ അവൻ ലോകത്തിൽ നിന്ന് മറച്ചു വെച്ച സത്യം അതായിരുന്നു: അവനൊരു കൊലപാതകിയല്ല, അവൻ ഒരു രക്ഷകനാണ്. ലോകത്തിന്റെ സമാധാനത്തിനു വേണ്ടി സ്വന്തം ജീവിതവും പേരും ബലി കൊടുത്തവൻ. അതാണ് ഇറ്റാച്ചി ഉച്ചീഹ. മാറി മറിഞ്ഞ സത്യങ്ങൾ മറിഞ്ഞിരുന്ന നായകൻ. നറൂട്ടോ സീരീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസിൽ ഒരു ക്യാരക്ടറാണ് ഇറ്റാച്ചി ഉച്ചീഹ. നറൂട്ടോ സീരീസിൽ ഇറ്റാച്ചിയുടെ അപ്പിയറൻസ് കുറവാണെങ്കിലും ഈ ക്യാരക്ടർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല.